1 പത്രോസ് 2-ാം അധ്യായം ഞാൻ വായിക്കാം. മനുഷ്യർ തള്ളിയതെങ്കിലും, അധ്യക്ഷൻ ഇവിടെ ഓർപ്പിച്ചു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇവിടെ ഞാൻ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച കാര്യം പറയട്ടെ. ഒന്നാമത്തെ ചിന്ത, യേശു മൂലക്കല്ലാണെങ്കിൽ നമ്മൾ ജീവനുള്ള കല്ലുകളാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള കല്ലാകുന്നത് എങ്ങനെ? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പം ഇങ്ങനെയല്ലേ പറയേണ്ടത്? യേശുവിനെ പോലെ എന്നല്ലേ? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. കല്ലിന് ജീവനില്ലെന്ന് നമുക്കറിയാം. പുതിയ നിയമത്തില് ഒരു 500 കല്ല് ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് 500 കല്ല് ഒരുമിച്ച് വന്ന് ഓരോരുത്തരും ഓരോ കല്ല കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കൊല്ലാനുള്ള കല്ല, ജീവിപ്പിക്കാനുള്ള കല്ലല്ല. ഒരു പാവപ്പെട്ട സ്ത്രീയെ എറിഞ്ഞു കൊല്ലാനാണ്. വന്നവരുടെ എല്ലാം കൈ കല്ലുണ്ട്, വന്നവരെല്ലാം മാന്യന്മാരാണ്. അങ്ങനെ കൊല്ലുന്ന കല്ലുമായിട്ട് 500 പേര് നിൽക്കുമ്പോൾ ജീവനുള്ള കല്ല് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൊല്ലുന്ന വല്ല കല്ലുകൊണ്ട് ഇന്ന് താഴെ ഇട്ടേക്കണം. ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ ഒരു ശുശ്രൂഷ തുടരണോ? നിങ്ങളുടെ പിള്ളേര് വിശ്വാസത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവയ്ക്കും. മനസ്സിലായല്ലോ? സ്വതന്ത്രം. നിങ്ങളുടെ പിള്ളേര് വിശ്വാസത്തിൽ നിന്ന് നശിച്ചു പോകണം, വല്ല ക്ഷേത്രത്തിലും പോയി കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുള്ളൊരു ദൈവകനാ പറഞ്ഞു. അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തേച്ചാൽ മതി. തച്ചിനിരുന്ന് ഉപദേശിമാരെ വിമർശിച്ചാൽ മതി. തച്ചിനിരുന്ന് ദൈവദാസന്മാരെ ചെയ്യാവുന്ന ഉദ്രവം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങളുടെ തലമുറ വിശ്വാസത്തിൽ നിന്ന് പൊക്കോളൂ. ഉറപ്പാ. ഇതൊരു പ്രവചനം പോലെ എഴുതി വെച്ചു. അത് ഞാൻ മാത്രം ചെയ്തേച്ചാൽ മതി. അത് മാത്രം, വേറെ അധികം ഒന്നും ചെയ്യണ്ട. ഒരു പാവപ്പെട്ട സ്ത്രീയെ എറിഞ്ഞു കൊല്ല കല്ലുമായിട്ട് വരിക. കേരളത്തിലെ ഗവൺമെന്റിനെ പോലും കിടുകിട വിറപ്പിച്ച ഒരു മരണം പെരുമ്പാവൂര് നടന്നു. ഒരു ദളിത് പെൺകുട്ടി, കേസ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പൊ ഈ സ്ത്രീ പീഡനം ഇന്ന് തുടങ്ങിയതല്ല, അന്നേ തുടങ്ങിയതാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിലെ ആ സ്ത്രീ ദളിത് എന്ന് പറയാൻ ഒക്കുകയല്ലെങ്കിലും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ആ സഹോദരിക്ക് എതിരായിട്ട് ആരും ഒരു വാക്ക് പറഞ്ഞില്ല. അതൊരു മോഷണ കുറ്റമായിരുന്നെങ്കിൽ പുള്ളിക്കാരത്ത് തന്നെ ചെയ്തതാന്ന് പറയായിരുന്നു. ക്ഷമിക്കണം. അതിനെ എറിയണ്ടെന്ന് പറയാൻ ആരും ഉണ്ടായില്ലല്ലോ. യേശുമ്പരാനെ കൊടുക്കാനും കൂടിയാ പരിപാടി. കാരണം യേശുവിന് ഉത്തരം ഇല്ല ഇതിനകത്ത്, അവർക്കറിയാം. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം യോഹന്നാൻ 8:1 മുതൽ. ചെറിയ ഹോംവർക്ക്. യേശുവിനെ കൊടുക്കാനാ. എന്താണെന്നറിയാമോ? ഇവിടെ എറിയണ്ടെന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണത്തെ ലംഘിച്ചു. ഇവിടെ എറിഞ്ഞോളാൻ പറഞ്ഞാൽ പാപിയുടെ രക്ഷകനാണെന്ന് ഇനി പറയാൻ പറ്റൂല. ഇങ്ങനെ ഉത്തരം മുട്ടിക്കാൻ കഴിവുള്ള മിടുക്കന്മാർ പരീക്ഷന്മാരുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ബൈബിൾ അറിയാം, അതതിന്റെ ഗുണം. പുസ്തകം നൂർത്ത് പിടിച്ചോണ്ടാ വരുന്നത്. നിന്റെ വേദപാണ്ഡിത്യം നിന്നെ നരകത്തിലായി എത്തിക്കുന്നെങ്കിൽ നിന്നേക്കാൾ ഭാഗ്യവാൻ എഴുത്തുമായി അറിയാത്ത പാവപ്പെട്ട വിശ്വാസിയായിരിക്കും. സ്വതന്ത്രം. പുസ്തകം നൂർത്ത് പിടിച്ചത് ഈ പുസ്തകം പറയുന്ന ഇവിടെ എറിഞ്ഞു കൊല്ലണമെന്ന് യേശുവിന് എന്നാ മറുപടിയാവുള്ളേ? ആ മറുപടി ഇപ്പൊ പലരും പറയുന്നുണ്ട്, പാർലമെന്റിലും പറയുന്നുണ്ട്.
പാപമില്ലാത്തൊരു കല്ലെറിയട്ടെ. പക്ഷെ ആ മറുപടി ആദ്യം പറഞ്ഞത് യേശുവാണ്. കഴിഞ്ഞ കൊല്ലത്തെ കേരള അസംബ്ലിയിലെ ഈ ബൈബിൾ പ്രഭാഷണമായിരുന്നു കൂടുതൽ. ചാകാത്ത പുഴു കെടാത്ത തീയുള്ള നരകത്തിൽ ഡാഷ് മന്ത്രി പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസംഗം അത് മതി പരസ്യത്തിന്. വേറെ എന്റെ കൂടുതൽ എന്നാ പറയുന്നത്? ജീസസ് യേശു എഴുന്നിട്ട് ഒരു മറുപടി പറയാ. എറിയുന്നതിന് കുഴപ്പമില്ല, എറിയുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ എറിയ യോഗ്യത വേണം. എറിയാൻ യോഗ്യതയുള്ള ആൾ ഒന്നാമത്തെ കല്ലെറിയണം. ആദ്യത്തെ കല്ലെറിയണമെങ്കിൽ നീ പാപം ചെയ്തില്ലായിരിക്കണം. ഇത് പറഞ്ഞ യേശു കീഴോട്ട് കുനിഞ്ഞു. എഴുതുക, ഏതാണ്ട് ആധാരം എഴുതുന്ന പോലെ എഴുതുക. എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം, എന്നാ ഈ താഴെ എഴുതിയത്? ഞാൻ പറഞ്ഞു, എന്റെ പൊന്നച്ഛനെ ഈ പ്രിന്റ് ചെയ്ത് തന്നെ ഞാൻ പഠിച്ചോ, ഇത് പഠിച്ചോ? ഇല്ല, അത് പിന്നെ പഠിക്കാം. മണ്ണിൽ എഴുതിയത് അതറിഞ്ഞിട്ട് ഇതറിയാമെന്ന് പറഞ്ഞിരിക്കുക. എന്നോട് ചോദിച്ചവരോടെല്ലാം എനിക്ക് ഒരു ഉത്തരവേ ഉള്ളത്. ഇപ്പൊ പൊതുവെ പറഞ്ഞാൽ എളുപ്പമുണ്ടോ? ഉത്തരം എന്നാന്ന് അറിയാൻ പറ്റും. എന്നാ അവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അല്ല. എന്നാലും ഊഹിക്കാൻ പറ്റും. നിങ്ങൾ ഊഹിച്ചോ? എന്നാ പിന്നെ എന്താ എഴുതിയെന്ന് ഞാൻ പറയുന്നില്ല, എന്തിനാ എഴുതിയെന്ന് ഞാൻ പറയാം. എന്തിനാ എഴുതിയെന്ന് പറയാം. യേശു ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഇവർക്ക് പോകാൻ പറ്റിയത്. ഡോർ തുറന്നു കൊടുത്ത ഇങ്ങനെ ഇരുന്നാൽ 10,000-ന്റെ ബൾബ് ഇട്ട പോലെ കണ്ണുമായിട്ട് ഈശോമിശിഹ ഇങ്ങനെ ഇരുന്നാൽ കോളറൊക്കെ ഉയർത്തിപ്പിടിച്ച് ഈ സ്ത്രീയെ എറിയാൻ വന്നവരെ എങ്ങനെ തിരിച്ചു പോകും? പോകാനും പറ്റില്ല, എറിയാനും പറ്റില്ല. ഒരു ദിവസം മുഴുവൻ ആ ഇരിപ്പിരിക്കും. അതിന് കർത്താവ് പോകോട്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചു. ഇങ്ങനെ കണ്ണടച്ചാണ് നമ്മൾ ഇവിടം വരെ വന്നത്. സത്യമല്ലേ? നോർത്തു, തമ്പുരാൻ എറിഞ്ഞാൽ ആരുണ്ട് ഇന്ന് രാത്രി ഇവിടെ നേരെ നിൽക്കുമ്പോൾ? നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും? യഹോവേ, ദൈവം നിന്നോട് കരുണ കാണിച്ചത് കൊണ്ടല്ലേ നീ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് മറ്റൊരുത്തരോട് കരുണ കാണിക്കാൻ ബാധ്യതയില്ലേ? ദൈവം നിന്നോട് ക്ഷമിച്ചത് കൊണ്ടല്ലേ നീ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് ചിലരോട് ക്ഷമിക്കാൻ ബാധ്യതയില്ലേ? കൊല്ലാൻ കൊണ്ടുവന്ന കല്ലുകൾ ജീവനുള്ള കല്ലെഴുതാക്കപ്പോൾ താഴെ വീഴും. ഇന്ന് രാത്രി നിനക്കെതിരെ മരണവാറന്റുമായി വന്ന ചില കല്ലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി താഴെ വീഴും. ഇന്ന് രാത്രി മരണത്തിന്റെ കെട്ടടിച്ച് ജീവന്റെ വ്യാപാരം നിന്റെ ശരീരത്തിൽ തന്ന് നിന്റെ സൗഖ്യമാക്കി വിടും. എന്റെ പ്രിയമുള്ളവരെ, ജീവനുള്ള കല്ലിനെ കുറിച്ച് ഇനി സിമ്പോസിയം ഒന്നും വേണ്ട. അതിനകത്തുനിന്നൊരു വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടണ്ടേ? ഇത് ജീവനുള്ള കല്ലാണ്. നിന്നിലൊക്കെ ആ ജീവൻ ഇന്ന് രാത്രി വ്യാപരിക്കണ്ടേ? രക്തസ്രാവക്കാരത്തി തൊട്ടപ്പോ വ്യാപരിച്ചു. അവിടെ വന്ന വേറെ ആരിലോട്ടും വ്യാപരിച്ചില്ല, തൊട്ടവരിലേക്ക് വ്യാപരിച്ചു. കോൺഫറൻസിന്റെ ലാസ്റ്റ് നൈറ്റ് ആണ്. ഇതുവരേക്കും ജീവൻ നിന്നിലേക്ക് വ്യാപരിച്ചിട്ടില്ല. ഇന്ന് രാത്രി വ്യാപരിക്കണം. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാതുറന്ന് ഒരാമേൻ പറയണം. വിശ്വാസത്തിന്റെ വാതുറന്ന് ഒരാമേൻ പറയണം. അതിന്റെ ജീവൻ നിന്റെ ശരീരത്തിലുണ്ട്. ഇന്ന് രാത്രി വ്യാപരിക്കണം. നാളെ സഭകളിൽ ചെന്ന ആളുകൾ സാക്ഷ്യം പറയണം. ഈ മീറ്റിംഗിൽ എനിക്ക് സൗഖ്യമുണ്ടായി, ഈ മീറ്റിംഗിൽ എനിക്ക് വിടുതലുണ്ടായി, ഈ മീറ്റിംഗിൽ എനിക്ക് രൂപാന്തരമുണ്ടായി. താങ്ക് യു ലോർഡ്. ഇതാണ് ജീവനുള്ളതല്ല. യേശു എഴുത്ത് നിർത്തിയത് എപ്പോഴാണ് നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചാൽ അറിയാം. ഇവരെല്ലാം പോയി തീർന്നപ്പോൾ എഴുത്തും നിർത്തി. ഇവര് വരുന്ന കണ്ടപ്പോൾ എഴുതാൻ തുടങ്ങി. ഇവര് പോയി കഴിഞ്ഞപ്പോൾ എഴുത്തും നിർത്തി. അത് കഴിഞ്ഞ് തലമുക്കി നോക്കിയപ്പോൾ ആ സൗകര്യം മാത്രമുണ്ട്. ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? ഇല്ല, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? നിന്റെയും കൂടെ ശിക്ഷ ഏൽക്കാനാണ് ഞാൻ വന്നത്. അവന്റെ അടുക്ക വന്നിട്ട്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്ക വന്നിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കണം. അവന്റെ അടുക്ക വന്ന് ജീവൻ പ്രാപിക്കണം. അവന്റെ അടുക്ക വന്ന് ജീവൻ പ്രാപിക്കണം. അപ്പൊ യേശുവിനെ പോലെ ആകാൻ പറ്റുമോ? പറ്റുമെന്നൊരു സൂചന ഇല്ലേ അവിടെ?
അവൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കണം. സ്തോത്രം, 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 സ്തോത്രം. അവൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കണം. അവനെ പോലെ നമുക്കാകാൻ പറ്റുമോ? പറ്റുകയില്ലെന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്കുക. പക്ഷെ ബൈബിൾ എന്നാ പറയുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ, 1-ാമത്തെ ലേഖനത്തിൽ 5 പ്രാവശ്യം പറയുന്നുണ്ട് നാം അവനെ പോലെ, അവനെ പോലെ, അവനെ പോലെ. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇനി വായിക്കാൻ സമയമെടുക്കാതെ ഞാനങ്ങ് പറയാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ, അപ്പൊ അവനെ പോലെ, അവൻ നടന്നതുപോലെ, അവൻ ഇരുന്നതുപോലെ, അവൻ ക്ഷമിച്ചതുപോലെ, അവൻ സ്നേഹിച്ചതുപോലെ, അപ്പൊ യേശുവിനെ പോലെ നമ്മളാകണമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പൊ യേശു മൂലക്കല്ലാണെങ്കിൽ നമ്മൾ ജീവനുള്ള കല്ല്. സ്തോത്രം. കല്ലുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് സിമന്റാണ്. യേശുവിനോട് ചേർന്ന് നമ്മളെ ഇങ്ങനെ വെച്ചാൽ എല്ലായിടത്തും കൂടെ വ്യാപരിക്കുന്ന ഒരു സിമന്റ്, എല്ലായിടത്തും കൂടെ വ്യാപരിക്കുന്ന ഒരു കറണ്ട്, എല്ലായിടത്തും കൂടെ വ്യാപരിക്കുന്ന ഒരു പവറുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മ നിറവിലെ ഈ പണി പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. ഇതാണ് എഫേസ്യരിൽ ഇങ്ങനെ പറയുന്നത്, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ആത്മനിറവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മനിറവിലെ നമുക്ക് ആ ക്രിസ്താനുരൂപം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം ശക്തിയിൽ അവനോട് തുല്യരാകണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. പക്ഷെ നമ്മൾ അധികം അത് വായിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് കാണിച്ചു തരാം. അതൊരു സ്വപ്നമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. ആ വാക്യം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. സ്തോത്രം, സ്തോത്രം. ലോകത്തിൽ ഒരു നേതാവും ഇങ്ങനെ പറയത്തില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഒരു ലീഡറും അങ്ങനെ പറയത്തില്ല. എന്നേക്കാൾ ഇച്ചിരി താഴെ എൻ്റെ ശിഷ്യൻ നിൽക്കാവുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ യേശു മാത്രം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും. അടുത്ത വാചകം നമുക്ക് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലുതോ ചെയ്യും. അയ്യോ, ഇതെന്തോ ഇത്? ഉത്തരം, പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് താഴെ പറയുന്നുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ചെയ്യും. അതെ, ഒരു സംശയം വേണ്ട. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി. നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ വായിക്കാം. 5-ാം അധ്യായം 12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ആലയത്തിൽ കൂടി വന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. 15-ാം വാക്യം. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേൽ കിടന്നു. യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായി ഒരാൾക്ക്. ഇതൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടല്ല, നാളെ തൊട്ട് റോഡിൽ തുണി വിരിച്ചോണം ഞാൻ വരുന്നുണ്ട് എന്ന് പത്രോസ് വാൾപോസ്റ്റ് കിട്ടിയതല്ല. പത്രോസിൽ, അപ്പോസ്തലന്മാരിൽ വ്യാപരിക്കുന്ന പവർ പബ്ലിക് അംഗീകരിച്ചു, ജനം അംഗീകരിച്ചു. ഇതാ നമ്മൾ ഈ കൂട്ടരെ എവിടെ വന്നിരിക്കുന്നത്, അവരുടെ മക്കൾ എവിടെ വന്നിരിക്കുന്നത്.
ഇന്ന് പവർ എന്നുള്ള വാക്കിനോട് എന്തോ ഒരു ഇച്ചിരി ഇച്ചിരി പോലെ തോന്നുന്നുണ്ടോ? പറയാൻ പാടില്ലേ? അത് പറയാൻ പാടില്ലേ? നമ്മൾ പെന്തിക്കോസിലല്ല. നമുക്ക് ആകെയുള്ളത് പവറല്ലേ? നമുക്ക് ആകെയുള്ളത് ദൈവശക്തിയല്ലേ? എന്താ അത് പറഞ്ഞുള്ള കുഴപ്പം? അത് പറയുകയും വചനം അനുസരിക്കുകയും കൂടെ ചെയ്താൽ ഈ കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കാൻ ലോകത്തിൽ ആർക്കും കഴിയുന്നില്ല. ഉപദേശത്തിൽ നിൽക്കുകയും ദൈവശക്തി വെളിപ്പെടുകയും ചെയ്യണം. നിങ്ങൾ ദൈവശക്തിയെയും ബാക്കി പറഞ്ഞാട്ട് തിരുവനന്തപുരം അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോ അപ്പോസ്തലന്മാര് വരുന്ന റോഡിൽ തുണി വിരിച്ച് രോഗികളെ കിടത്തുക, നിഴല് തട്ടിയ സൗഖ്യം. ഇത് പബ്ലിസിറ്റി അല്ലെന്ന് ജനം തിരിച്ചറിഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രവചിക്കുന്നു, ഒരു രണ്ടാം മടങ്ങി വരവ്, പെന്തക്കോസ്തിന്റെ ഒരു തിരിച്ചുവരവ് നമ്മുടെ ഇടയിൽ ദൈവം അയച്ചാൽ ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാർ അവരുടെ ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അശുദ്ധാത്മ ശക്തികൾ അറിയും. പിശാചിനാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങൾ അത് തിരിച്ചറിയും. നിങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ മുഖത്ത് ഒരു പ്രകാശം വെളിപ്പെടും, നിരാശ മാറും. പ്രാർത്ഥിക്കാൻ ആളുകൾ എഴുന്നേൽക്കണം. എലീസ് കൊഹ്ലർ എന്നൊരു സ്ത്രീയെ കുറിച്ച് പറയാം. എലീസ് കൊഹ്ലർ, പുള്ളിക്കാരത്തി ജർമ്മനിയാ. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് റെയ്നാഡ് ബോങ്കയുടെ രൂപം വന്നു. വലിയൊരു ഭാര ഹൃദയത്തിലേക്ക് വന്നു. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് ഇതുള്ളൂ. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അത്താഴം ഉണ്ണുന്നവർക്ക് ഭാരം വരികയില്ല. മധ്യസ്ഥ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ഇരിക്കുന്നവർക്ക് ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പെയിൻ ഉണ്ടാവും. പെയിൻ. എലീസ് ആത്മാവിൽ നിറഞ്ഞു. ഒരു മരണദൂതന്റെ കയ്യിൽ നിന്ന് റെയ്നാഡ് ബോങ്കയെ പിടിച്ചു മേടിക്കുന്ന ഗൗരവത്തോടെ 6 മണിക്കൂർ ആ സ്ത്രീ പ്രാർത്ഥിച്ചു. കേൾക്കണോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയ ബോങ്കെ ആ ദിവസം ബ്ലാക്ക് വാട്ടർ ഒരു സൈസ് പനിയാ, അവിടുത്തെ അന്നത്തെ പനിയുടെ പേരാ ഫീവർ. ആ പനി അടിച്ച് മരിക്കാൻ കിടക്കുക. ബോധം പോയി. ഭാര്യ സിസ്റ്റർ ആനി കരയുക, കുഞ്ഞുമക്കൾ കരയുക. നല്ല ട്രീറ്റ്മെന്റ് ഇല്ല അവിടെ. ബോധം കിട്ടുപോയപ്പോൾ ബോങ്കെ ഒരു സ്വപ്നം കാണുക. ഒരു കറുത്ത പുതപ്പ് വന്ന് പുള്ളിയുടെ മേലെ വീടുന്നു. പുള്ളി ആത്മാവിൽ അന്യഭാഷയിൽ പോരാടി നോക്കി, മാവ് പൊങ്ങുന്നില്ല. അങ്ങനെ ആ പുതപ്പ് വീണു. അത് മരണത്തിന്റെ പുതപ്പായിരുന്നു. ആ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സിസ്റ്റർ ആനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മൈലുകളകലെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ഒരു പാവപ്പെട്ട സഹോദരി ആത്മമണ്ഡലത്തിൽ കേസ് ഏറ്റെടുത്തു. പെന്തക്കോസ്ത് മലയാളി കോൺഫറൻസിൽ വന്നിരിക്കുന്ന സഹോദരി, നിന്നെ ദൈവം പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറച്ചതല്ലേ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വരം ലഭിച്ച ആളുകൾ ഇതിനകത്ത് ഇരിപ്പില്ലേ? നിങ്ങളൊന്ന് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ അഭിഷിക്തന്മാരെ രോഗത്തിന്റെ പിടിയിൽ നിന്ന് ദൈവം വിടുവിക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം മറഞ്ഞുപോയ ബോങ്കെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ആ കറുത്ത പുതപ്പ് വെള്ളയാകാൻ തുടങ്ങി. വെള്ളയായി വന്നിട്ട് ഈ സഹോദരിയുടെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടു. പനി മാറി, ആള് സുബോധം വന്നു. 2 ദിവസം കഴിഞ്ഞ് കൈയുടെ വിറ മാറി എഴുതാറായപ്പോൾ സ്വന്തം പപ്പായ്ക്ക് കത്തെഴുതി, സിസ്റ്റർ എലീസിനെ പോയി കാണണം, ഇന്ന തീയതിയിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം. അന്ന് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓടിച്ചിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ അന്ന് നേരം വെളുത്തിട്ട് കിച്ചണിൽ കയറിയിട്ടില്ല, എന്റെ ഹൃദയം പൊട്ടുന്ന വേദന എനിക്കുണ്ടായി, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിപ്പോ സമാധാനം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പെന്തക്കോസ്ത്. നമ്മൾ ഈ പറയുന്ന ബുദ്ധിയും പണവും
ടെക്നിക്കും ടെക്നോളജിയും തന്ത്രവും രാഷ്ട്രീയവും കുതന്ത്രങ്ങളും ഒന്നുമല്ല. മുട്ടിന്മേൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ പെന്തക്കോസ്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാരത്തിനോ പെന്തക്കോസ്തിന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. മലയാളി പെന്തക്കോസ്തിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കപ്പെട്ടവർ എവിടെ? ദൈവശക്തി നമ്മിൽ നിന്ന് പോയെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. ഏത് വിഷയം വേണം എടുത്തോ, പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവശക്തിയിലേക്ക് തിരികെ വരണം. ദൈവശക്തി തിരികെ വരണം. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പുറപ്പെടുന്ന ഒരു ശക്തി ഉണ്ടല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസന്മാർ പലരും രോഗികളാണ്. ഇവിടെ വരേണ്ട ദൈവദാസൻ ഇപ്പൊ രോഗിയായി കിടക്കുക. പ്രാർത്ഥിക്കാൻ എത്ര പേര് എഴുന്നേൽക്കും? അഭിഷിക്തന്മാർക്ക് വേണ്ടി പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ, താങ്ങിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഇതിനകത്തുന്നൊരു തലമുറ എഴുന്നേറ്റേ പറ്റൂ. ദൈവശക്തി നാം അറിയണമെങ്കിൽ പ്രാർത്ഥനയിലേക്ക് കയറണം. കുടുംബ പ്രാർത്ഥനയുടെ 2-3 വാചകവും ഒക്കെ ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചൊന്നും കിടന്നാലും ദൈവശക്തി അനുഭവിക്കാൻ ഒക്കെയാണ്. ചുരുക്കി പറയാം, ഉള്ള സമയത്തിനല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അനുവദിച്ച സമയത്തിൽ ഇനി 10 മിനിറ്റ് ഉള്ളൂ. വേഗം ഞാനങ്ങ് പറയട്ടെ. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപോക്കി. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇതൊരു മോശം കാര്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര? അത് കൈപോകണ്ട. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി അബലമായിരിക്കും. ഇതൊക്കെ എവിടെ പോയി? ഇതെവിടെ പോയി? ഇവിടുത്തെ പിള്ളേർ ഇത് കേട്ട് പേടിച്ചു പോകുമല്ലോ. ഇതറിയാത്തൊരു തലമുറ എഴുന്നേറ്റിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർക്ക് പണമില്ലായിരുന്നു, കോട്ടില്ലായിരുന്നു, ടൈ ഇല്ലായിരുന്നു, സ്കൂട്ടർ ഇല്ലായിരുന്നു, ബെൻസ് കാറില്ലായിരുന്നു, പക്ഷെ ആത്മശക്തി ഉണ്ടായിരുന്നു. സ്തുതിച്ചു ആരാധിച്ചു ദൈവത്തിൽ അഭിഷേകം വെളിപ്പെടണം. ഇത്രയുള്ള കാര്യം. ആത്മശക്തി ഒരു തീ പോലെ ഇതിനകത്ത് കത്തണം. താഴത്തെ ഹോളിലും റോഡിലും കയറി വരാൻ പറ്റാതിരിക്കുന്നവരെല്ലാം ഇവിടെ വെച്ച് ആത്മാവിന്റെ തീ വീണിട്ട് മടങ്ങി പോകുമെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇവിടെ വന്ന പലരും നിരാശയുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടട്ടെ. മടുപ്പിന്റെ ആത്മാവ്, വിമർശനത്തിന്റെ ആത്മാവ്, പിന്മാറ്റത്തിന്റെ ആത്മാവ്, പിറുപിറുപ്പിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ തടയട്ടെ. ആമേൻ. ശക്തി, ജീവൻ. നാം യേശുവിനെ പോലെ എന്നതിനകത്ത് ഒന്നാമത്തെ കാര്യം പവറാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. ഓർഡിനേഷൻ ഇല്ലാത്തൊരു പാവപ്പെട്ട സഹോദരൻ പ്രവർത്തിക്കാൻ പോയി. പുള്ളി ഇന്നാണെങ്കിൽ ഒരു കമ്മിറ്റിയിൽ എടുക്കുകയില്ല, പക്ഷെ പുള്ളിക്ക് അഭിഷേകമുണ്ട്. എന്റെ സഹോദരന്മാരെ, അതുണ്ട് നിങ്ങൾ ജയിച്ചു. നിങ്ങൾക്ക് വിചാരിച്ച് എത്ര പഠിക്കാനൊന്നില്ലേ, വിഷമിക്കണ്ട. PhDക്ക് ട്രൈ ചെയ്ത് കിട്ടിയില്ലേ, വിഷമിക്കണ്ട. ആത്മാവിനെ പ്രാപിച്ചാൽ മതി. പെന്തക്കോസ്തിന്റെ ശക്തി പ്രാപിച്ചാണല്ലോ നിന്റെ മുമ്പിൽ പിന്നെ ആരും നിൽക്കുകയല്ല. ഇത് അനുഭവത്തിൽ നിന്നായി പറയുന്നത്. എഴുതി വെച്ചോ, ഇത് എഴുതി വെച്ചോ. നിന്റെ മുമ്പിൽ നിൽക്കില്ല. സ്വർണം കൊടുത്തേച്ച് ആരെങ്കിലും വൈക്കോല് മേടിക്കുവോ? ദൈവശക്തി കളഞ്ഞേച്ച് നീ അതും ഇത് കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ദൈവശക്തി കളഞ്ഞേച്ച് എന്തൊക്കെയോ കിട്ടിയെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയാണോ? നീ നിനക്ക് കിട്ടിയത് ഒന്നും ഒരു പൈസക്ക് വിലയില്ല. ഇന്ന് രാത്രി ആത്മാവിനെ അതിന്റെ ഉള്ളളവിൽ പ്രാപിച്ചാൽ ഫിലിപ്പോസ് ശബരിമല
ഗ്രാമത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷപാതക്കാരൻ മുടന്തിന് സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചാലേ പറ്റുള്ളതേ. ഇപ്പൊ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഏറ്റവും നല്ല ഡോക്ടർ എവിടെയുണ്ടെന്നുള്ള വിഷയം പറഞ്ഞോണ്ടിരിക്കുന്നത്. മറ്റേ പുള്ളിയൊന്നും കാണുന്നതല്ല കേട്ടോ, ഞാൻ ഇന്നലെ കണ്ടത്. അയ്യോ, ആ പുള്ളിയോട് സംസാരിക്കുമെന്ന് നമുക്കറിയാം, ഭയങ്കര വിടുതലാണ്. ആരോടാ? കഷ്ടാട്ടോ. ഈ പുള്ളിയോടൊന്നും സംസാരിക്കാത്ത എന്താ? ഈ മൂലക്കല്ലിനോടൊന്നും സംസാരിക്കാത്ത എന്താ? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ആളെ കണ്ടു, പാസ്റ്റർ സാമുവൽ ജോൺ. കഴിഞ്ഞ കോൺഫറൻസിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് മുട്ടുവേദന. ഞങ്ങൾക്ക് ഇവിടെ വന്ന് AC-ക്കകത്ത് കിടന്നിട്ടായിരിക്കും ഇരട്ടിയായി. അനങ്ങാൻ മേല, ഒരു അസുഖവും ഇല്ലാതെ വന്ന അനങ്ങാൻ മേല, മുട്ടിങ്ങനെ വളകത്തില്ല. ഈ ദൈവദാസന്റെ മോനുണ്ടായ സൗഖ്യം അദ്ദേഹം ഈ കോൺഫറൻസിൽ നിന്നുകൊണ്ട് പറയുക. അന്ന് അദ്ദേഹം കൂടുതൽ പ്രസംഗിച്ചില്ല, സാക്ഷി അത് പറഞ്ഞു. ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എന്റെ സഹോദരിയുടെ മുട്ടുവേദന അപ്പ മാറി. ഞാൻ ഇപ്പോഴും ചോദിച്ചു വല്ലതും ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇതേ ഉള്ളൂ. അത് ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാം. അത് ഇന്ന് രാത്രി മടങ്ങി വരണം. ഇത് അവസരം കിട്ടുന്നിടത്തല്ല. രോഗസൗഖ്യമൊന്നും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഏതായി വലിയ കാര്യമുള്ള ഈ ഇട്ടിരിക്കുന്ന സാധനമാണ്. ഇതിവിടെ നിങ്ങൾക്ക് മോശം വരണ്ടാന്ന് ഓർത്തിട്ടതാണ്. എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, ഫ്രീഡം ഇല്ല. പിന്നെ ഒരു കോൺഫറൻസിൽ വന്നിട്ട് നമ്മൾ തീരെ ഇതായി ഓർത്തിട്ട് ഇട്ടതാണ്. ഇത് ഒറ്റ പരിപാടി കേട്ടുള്ളൂ. പിന്നെ ഇടുക ഉള്ളതുള്ള പോലെ പറയട്ടെ, അല്ലേ സാർ? ചെറിയ സാറ്. ആമേൻ, ആമേൻ. അഭിഷേകത്തിൽ വലിയ കാര്യമില്ല, അന്യഭാഷ കാര്യമില്ല, പ്രവചനത്തിൽ കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 2% കള്ളപ്രവാചകം കാണും. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടല്ലോ, ഇല്ലേ? ഡോക്ടർമാരുടെ കൂടെ ഇല്ലേ വ്യാജ ഡോക്ടർ? എത്ര എണ്ണത്തിനെ പിടിച്ച്? എല്ലാത്തിനകത്തും വ്യാജനുണ്ട്. 2%. ഇതിനകത്ത് 2 ഇട്ടേര്, ബാക്കി 80 കിടപ്പുണ്ടെന്ന്. എന്നാ ശക്തമായ ദൂത് പറയുന്ന ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അവരൊന്ന് ചാടി എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവർ സ്വപ്നങ്ങളെ കാണും, അവർ ദർശനങ്ങളെ കാണും. ഇത് പെന്തക്കോസ്ത് മടങ്ങി വരട്ടെ. 8:9. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാനെന്ന് പറഞ്ഞ് ശബരിജാതി ഭ്രമിപ്പിച്ചു. മഹതി എന്ന ദൈവശക്തി ആകുന്നെന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞ സ്ത്രീ ശക്തി. അപ്പൊ ആ പഞ്ചായത്തിനെ ഭരിച്ചത് എന്തുവാ? ഒരു സ്ത്രീ ശക്തി. ആഹാ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരു പ്രവാചകൻ അറിയാതെ അങ്ങനെയെങ്ങാനും പറഞ്ഞെങ്കിൽ അല്ലെ കൊല്ലണ്ടാന്നേ. അത് അവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ ആ നാട്ടിൽ അങ്ങനെ ഒരു ബഹുമാനം ഉണ്ടല്ലോ അതിന്, ഇല്ലേ? അവിടെ ഒരു സ്ത്രീ ശക്തിയെ പഞ്ചായത്തിനെ ഭരിക്കുന്നു. ഓക്കെ, ഇതെന്നാ പരിഹാരം? അഭിഷേകമുള്ള ഭരണം. ഫിലിപ്പോസ് സ്ത്രീ ശക്തി എന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല, ഒന്നും അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ അത് പറഞ്ഞോട്ടെ, നീ ഇത് പറ, നീ രക്തത്താൽ ജയമെന്ന് പറ, നീ യേശുവിന്റെ നാമത്തെ വിടുതലെന്ന് പറ, നീ നിനക്ക് കിട്ടിയ മുറി അന്യഭാഷ പറ, വിക്കി നീ പറയുന്ന അവരത്തോട് തിത്തി അത്ര മതി. അത് നീ അങ്ങ് പറ. ആ വിചാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നത് ഞാൻ കാണിച്ചത് കണ്ടോണ്ടിരിക്കുക. കേട്ടെ സ്ത്രീശക്തി. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം എന്ന് പറഞ്ഞ 10-20 കൊല്ലം പ്രേരിപ്പിച്ചു. എന്നാൽ ദൈവരാജ്യത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് അവര് വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകൾ സ്നാനമേറ്റു. കേട്ടോണേ, ശീമോനും വിശ്വസിച്ച് സ്നാനമേറ്റു. എന്നാ അറിയോ? ഇപ്പൊ നിലവിലുള്ള ബിസിനസിനേക്കാൾ നല്ലതാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെ വന്ന പലരുണ്ട്. യഥാർത്ഥ പവർ വെളിപ്പെട്ടാൽ അവൻ പിടിക്കപ്പെടും. കൊള്ളാം, ഇത് നല്ല ബിസിനസ്സാ, ഇത് കച്ചവടത്തിന് പറ്റിയ സ്ഥലമാ,
ഇത് ഷൈറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാ, ഇത് കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേറിയ കുറച്ച് പുള്ളികളുണ്ട്. ഒരഭിഷേകം ഉള്ള അളവിൽ നമ്മുടെ സഭയിൽ വെളിപ്പെട്ടാൽ ചില ശീമന്മാർ പിടിക്കപ്പെടാൻ പോകുക. ഞാൻ പ്രവചിക്കുന്നു 2016-17 കാലഘട്ടത്തിൽ ചില വ്യാജന്മാർ സഭയ്ക്ക് പുറത്തു പോകും. ചില വ്യാജന്മാർ അവന് സാരം കിട്ടും കേട്ടോ. ആദ്യം നമ്മൾ എന്നെ മനസ്സിലാക്കട്ടെ, അവൻ കിടുങ്ങിപ്പോയി. ഈ പാവപ്പെട്ടവൻ ചുമ്മാ ഗ്ലോറി ഗ്ലോറി രക്തം ജയത്വം പറഞ്ഞ് നടക്കുമ്പോ വിറയ്ക്കുക. നടന്നൊരു സംഭവം പറയണോ? ഒരു ഉപദേശി മഴ നനഞ്ഞ് റോഡ് സൈഡിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കയറി. മഴയാ, ഇരുട്ടത്താ, 10 മണി കഴിഞ്ഞു. ഇടിവാളിങ്ങനെ മിന്നിയപ്പോ രക്തം ചെയ്യാൻ ഗ്ലോറി. ഇനി അന്യഭാഷ പറയാത്ത പൂജാരി വീട്ടിൽ നിന്ന് കൊടയായിട്ട് വന്നു. ആരാണോ അവിടെ വന്നിരിക്കുന്നത്? ഞാനാണേ. നിനക്ക് എന്നാ വേണ്ടത്? എന്തിനാണ് അവിടെ കയറി നിൽക്കുന്നത്? ഞാനൊരു ഉപദേശിയാ. മഴ കാരണം കൊടയില്ല, ടോർച്ചില്ല, പേടിച്ചിട്ട് കയറി നിന്നാണ്. എന്നാ കൊടയെ പിടിച്ചോ, ടോർച്ച് പിടിച്ചോ, ഇവിടുന്ന് ഒന്ന് മാറിത്തരാമോ? നടന്ന കാര്യ അതിശക്തിയല്ല. എന്തായിരിക്കും ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. ഇവിടുത്തെ ശക്തി അവിടെ ചെന്നു. പുള്ളി ഇളക്കി അവിടെ ഒരുത്തൻ നിന്ന് ഏതാണ്ട് പൊറുപൊറുക്കുന്നുണ്ട്. അവനെ മാറ്റണം. നീ അവിടെ ഇവിടെ നടന്ന് പൊറുപൊറുക്കുന്നതിന് പവറുണ്ട് സഹോദരി. നീ നിന്റെ കിടക്ക മുറികൾ നടന്നുണ്ട്. ഈ പറയുന്ന അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്. ഒന്ന് പറഞ്ഞു നോക്ക. ചീമാൻ ചാനപ്പെട്ടു. എന്നിട്ട് വീരപ്രവൃത്തികൾ നടക്കുന്ന കണ്ട് ഭ്രമിച്ചു. കാരണം പുള്ളി ഇത്രയൊക്കെ കാണിച്ചെങ്കിലും വീരപ്രവൃത്തി നടന്നിട്ടില്ല, തട്ടിപ്പായിരുന്നു. എന്നാൽ ഇത് ഒറിജിനലാ. ഈ ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ടല്ലേ തട്ടിപ്പ് വിളയുന്നത്. ഒറിജിനൽ നിന്ന് പോയിട്ട് കുറെ നാളായി. ഈ നിന്ന് പോയി എന്നുള്ള ആ പഠിപ്പിക്കലുണ്ടല്ലോ, ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇപ്പൊ നിന്നിരിക്കുകയാണ്. 1-2 പേരടിക്കാൻ ഞാൻ ഇച്ചിരി ഒന്ന് പറയും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് നിർത്തിക്കളയും. കാരണം അവർക്ക് തന്നെ ഒരു വിഷമായി. വലിയൊരു കളിയാക്കിയെങ്കിലോ ഇതിന്റെ ലജ്ജയൊന്ന് മാറണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഈ ആത്മനിറവിന്റെ ലജ്ജയൊന്ന് മാറണം. അന്യഭാഷ പറയാനുള്ള മടിയൊന്ന് മാറണം. ദൈവശക്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടണം. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ആത്മാവിൽ ആരാധിക്കാൻ മുന്നോട്ട് വരട്ടെ. നമ്മുടെ തലമുറയുടെ സ്ഥിതി മാറും. നമ്മുടെ തലമുറയുടെ സ്ഥിതി മാറും. നമ്മുടെ തലമുറയുടെ സ്ഥിതി മാറും. യെരൂശലേമിലെ അപ്പോസ്തലന്മാർ ശബരിയർ വചനം കഴിക്കണമെന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ച് അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പ്രാർത്ഥിച്ചു. അങ്ങനത്തെ ഉപദേശിമാർക്ക് ഒരു നിർബന്ധമുണ്ട്. സ്ഥാനപ്പെട്ട അവരുടെ അഭിഷേകം പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? ആയിട്ട് ഇപ്പൊ ഒരു അറിവില്ല. സത്യല്ലേ? പ്രാപിച്ചതായിട്ട് അങ്ങ് പരിഗണിക്കുക. അതാണ് കറക്റ്റ്. അപ്പോസ്തലന്മാർക്ക് നിർബന്ധം. സ്ഥാനപ്പെട്ട പോവാ, അഭിഷേകം പ്രാപിച്ചില്ല, എന്നാൽ മുട്ടുകുത്തു. ഇനി എന്നെ നീട്ടുന്നതിന് അല്ല, അടുത്ത മാസം ഒരു 3 ദിവസം അല്ലല്ല, ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുക. പത്രോസ് വന്ന് കൈവെക്കുന്നു. ആളുകൾ ആത്മാവിൽ പറയും. മന്ത്രവാദി കണ്ടു. മന്ത്രവാദി കണ്ണടച്ചിട്ടില്ല, കണ്ണടക്കിയല്ലോ. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ടെന്ന്. എങ്ങനെ കണ്ണടക്കിയില്ല? എന്നെ നടക്കുന്നത് കാണാനാ വന്നെ. സ്വതം ഇവൻ അഭിഷേകം പ്രാപിക്കുക, പത്രോസ് കണ്ണടിച്ച് പ്രാർത്ഥിക്കുക. ഇവൻ നോക്കുക, എവിടെയാ ടെക്നിക്ക്? ആളെ ഇളകുന്നുണ്ട്. അത് എന്തോ കളിയുണ്ട് ഇതിനകത്ത്. ഇവൻ പറയുമ്പോ ആളുകൾ ഇളകുന്നുണ്ട്. എന്തോ ടെക്നിക്ക് ഉണ്ട് ഇതിനകത്ത്. അതെന്തുവാ? കാരണം ടെക്നിക്കിലൂടെയാണല്ലോ ഇത്രയും വന്നത്. അതാ ഈ വിഷയം. ഈ കൃപയാൽ വന്നവന് കൃപയിലേക്ക് നോക്കും. ടെക്നിക്കിൽ വന്നവൻ ടെക്നിക്കിലോട്ട് നോക്കും. നീ കൃപയിലോട്ട് നോക്ക്. നീ കൃപയിലോട്ട് നോക്ക്. കൃപ മതി. ഒന്ന് പറഞ്ഞ കൃപ മതി.
നോക്കിയപ്പോ അവന് മനസ്സിലായി എന്താ നമ്മളെ ഇല്ലാത്ത എന്തോ ഇങ്ങനെയുണ്ട്. നിങ്ങൾ പറ, ആവശ്യം പ്രാപിച്ച അടുത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുമോ? പറ്റും. മന്ത്രവാദി പോലും സംഭവിച്ചു, എന്നിട്ട് നമ്മുടെ ആളുകൾ സമ്മതിക്കുന്നില്ല. മന്ത്രവാദി സംഭവിച്ചു. അഭിഷേകം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി ഞാൻ പറയല്ല, പുറമെ അറിയത്തക്കവണ്ണം സംതിങ്. നിന്റെ ശരീരം ചലിച്ചിട്ട് എത്ര നാളായി സഹോദരി? നിന്റെ വായൊന്ന് ശരിക്ക് ആത്മാവിലൊന്ന് വിറച്ചിട്ട് എത്ര നാളായി? ഇന്നലെ കർത്താവിന്റെ ദാസൻ KCയോൻ പറഞ്ഞു, ഇത് വിറയ്ക്കുന്ന ഒരു കൂട്ടമായിരുന്നു, ഇത് മുട്ട നീന്തുന്ന ഒരു കൂട്ടമായിരുന്നു. നിന്റെ ശരീരത്തിൽ ആത്മാവിന്റെ തീപ്പരി വീണിട്ട് എത്ര നാളായി? നീ ഒന്ന് ആത്മാവിൽ തുള്ളി ചാടിയിട്ട് എത്ര നാളായി? ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങട്ടെ. നീ ഒന്ന് ആത്മാവിലൊന്ന് ചലിച്ചെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഓ, അവൻ പെട്ടെന്ന് കാശെടുത്ത് കവറ് പോലും ഇടാതെ കൊടുത്തു. ഇത് കിട്ടാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഇത് പിടിച്ചോ, അത് വെറുതെ ഒരു സ്വത്രാഴ്ച എന്നുള്ളതേ ഉള്ളൂ. ഇരുന്നോട്ടെ, സ്വത്രം ഇരുന്നോട്ടെ. വേണ്ട, കാശിന് കിട്ടുന്ന സാധനമുണ്ട്, കാശിന് കിട്ടാത്ത സാധനമുണ്ട് കേട്ടോ. പ്രസംഗം തീർന്നിട്ടില്ല, പക്ഷെ സമയം തീർന്നു കേട്ടോ. കാശിന് കിട്ടും. ഏത്? മെഴ്സിഡസ് കിട്ടും, അഭിഷേകം കിട്ടുകയില്ല. കാശ് കൊടുത്ത് നീ പലതും മേടിച്ചിട്ടുണ്ട്, നീ വില്ലനാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പണം നിന്നോടുകൂടെ നശിക്കാൻ സാധ്യതയുണ്ട്. കാശ് കൊണ്ട് ദൈവസഭയെ വിലച്ചു മേടിക്കാൻ കാശ് കൊണ്ട്